ഹലോ, അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. പിന്നെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് പുലർച്ചെ ഒരു 5 മണിക്കാണ് ഇറങ്ങിയത്. 5 മണിക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബ്ലോക്കും കാര്യങ്ങളൊന്നും കിട്ടാണ്ട് സുഖമായിട്ട് ഞങ്ങൾ വയനാട് ചുരമൊക്കെ കയറി മുത്തങ്ങ ഫോറസ്റ്റിലെത്തി കേട്ടോ. അങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റ് എത്തി കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഞങ്ങൾ ആനനെ കണ്ടു കേട്ടോ. ആദ്യം 2 ആനനെയും പിന്നെ 2 ആനനെയാണ് കേട്ടോ കണ്ടത്. ഞങ്ങൾ 2 വീലർ മേലായിരുന്നേ പോയത്. അപ്പോൾ ഇത്ര അടുത്തായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ആനനെ കാണുന്നത്. അപ്പോൾ ശരിമോക്ക് അത് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം അത്രക്കും അടുത്തായിട്ടാട്ടോ ഞങ്ങൾ കണ്ടത്. പിന്നെ കുറച്ച് മാനിനെ കണ്ട്. മാൻ ഈ പ്രാവശ്യം പോയപ്പം കുറവായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ മുത്തങ്ങ ഫോറസ്റ്റ് കയറി എല്ലാവർക്കും അറിയാൻ മതിയാവും കുറേ മാനിനെ കാണാം. പക്ഷേ ഈ പ്രാവശ്യം നല്ല കുറവായിട്ടാണ് കേട്ടോ കണ്ടത്. പിന്നെ കുറച്ച് മങ്കി പിന്നെ മയിലിനെ കണ്ടിരുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, മറന്നുപോയി. പിന്നെ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ റോഡിൻ്റെ 2 ഭാഗവുമായിട്ട് ഏക്കർ കണക്കിന് ചെട്ടിക്കൃഷിയും പിന്നെ സൂര്യകാന്തി ചെടിയൊക്കെ ആണ് കേട്ടോ ഉള്ളത്. ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങി. അവിടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ 2 ആൾക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്തൊക്കെ കയറി കേട്ടോ. അപ്പം അകത്ത് കയറിയപ്പം തന്നെ അവർ ചെട്ടീൻ്റെ വിളവെടുപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചാക്കിലാക്കി കഴിഞ്ഞിട്ട് ലോറിയിൽ കയറ്റി അയക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ അവിടെ കുറേ വാടാർമല്ലി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതുമ്മൽ അത്രത്തോളം പൂവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വാടാർമല്ലി കുറച്ചോളായിരുന്നു. പക്ഷേ ചെട്ടി കാണാൻ ഭയങ്കര രസമായിരുന്നേ. ഏക്കർ കണക്കിന് ചെട്ടികളാണ് കേട്ടോ ഉള്ളത്. അതും ഓറഞ്ച് ചെട്ടി മാത്രമാണ് കേട്ടോ കണ്ടത്. മഞ്ഞ ചെട്ടി കണ്ടിട്ടേ ഇല്ല കേട്ടോ. നല്ല ഉണ്ട അടിപൊളി ചെട്ടിയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ചെട്ടിൻ്റെ അടുത്തൊക്കെ നിന്നും കഴിഞ്ഞിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എന്തൊരു രസമായിരുന്നു എന്നറിയോ അവിടെ കാണാൻ. അങ്ങനെ ശരിമോൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ശരിമോൾ അതിലേക്ക് ഓടിക്കളിക്കുകയും ഒക്കെ ആണ് കേട്ടോ ചെയ്തത്. അവിടെ തന്നെ പിന്നെ സൂര്യകാന്തി പൂവ് ഉണ്ടായിരുന്നു കേട്ടോ. അവരെ കൃഷി തന്നെയാണ് സൂര്യകാന്തി പൂവും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് നിന്നും കണ്ടിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ഈ ഒരു സൂര്യകാന്തി ചെടി ഒരാളെ വലുപ്പമാണ് കേട്ടോ ഉള്ളത്. അത്രയും ഹൈറ്റിലാണ് ഈ ചെടി ഉള്ളത്. അതേപോലെ ആ ഫ്ലവർ തന്നെ എന്തൊരു വലുപ്പമാണെന്നറിയോ. അങ്ങനെ ശരിമോൾ അതൊക്കെ കുറേ നേരം നോക്കി നിൽക്കുകയാണ്. അപ്പം ഒരു ചെടീൻ്റെ മുകളിൽ സൂര്യകാന്തി പൂവിൻ്റെ മുകളിൽ വണ്ടി ഇരിക്കുന്നത് കണ്ടിട്ട് ശരിമോൾ അത് നോക്കി നിൽക്കുകയാണ്. അതെന്താ അങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചും കണ്ടിട്ടാണ് നിൽക്കുന്നത് ശരിമോൾ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നേ കാണാൻ. കുറേ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തും കണ്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാൻ നിന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്ന് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. ചെറിയൊരു വീഡിയോ